അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന സംഭാവന തട്ടിപ്പിൽ ഉത്തരം മുട്ടി സംഘപരിവാർ. RSS നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റിന് സംഭാവനയായി ലഭിച്ച 60 കിലോ വെള്ളിക്കെട്ടുകൾ മോഷണം പോയ വിഷയത്തിൽ ഉത്തരം മുട്ടി രാമക്ഷേത്ര ട്രസ്റ്റും. പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ അരവിന്ദ് കെജ്രിവാൾ തിങ്കളാഴ്ച അയോധ്യയിലെത്തും. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഒരുപക്ഷെ രാജ്യത്തെ ജനങ്ങളെ ആകെ കബളിപ്പിച്ച വിഷയം അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അതിന്റെ ചുമതലക്കാർ RSSും സംഘപരിവാറും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും തന്നെയാണ്. ഇവിടെ 60 കിലോ വെള്ളിക്കെട്ടി അടക്കം മോഷണം പോയിരിക്കുന്നു. മറുപടി പറയേണ്ടത് മോദിയും BJPയും RSSുമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്? അരവിന്ദ് കെജ്രിവാൾ എത്തുകയാണ്. സിജു, എന്തായാലും വലിയൊരു അഴിമതി തന്നെയാണ് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. അതിൻ്റെ നിരവധി തെളിവുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് തുടക്കത്തിൽ തന്നെ ഈ സംഭാവന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്നു വന്നിരുന്നത്. ഏകദേശം 1400 കോടിയിലധികം വരുന്ന അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നതാണ് നിലവിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ ഈ സംഭാവന ക്രമക്കേടുകൾ വരുമ്പോൾ ഏകദേശം 1250 സ്വർണം വജ്രമൊക്കെ തന്നെ പതിപ്പിച്ച 1250 കട്ടികൾ ഈ സംഭാവന നൽകിയതിൽ കാണാനില്ല എന്ന പരാതി വരുന്നു. പിന്നീടാണ് ഈ SIT അന്വേഷണം വരുന്നത്. അതിൽ തന്നെ വലിയ വിമർശനം യോഗി സർക്കാരിനെതിരെ RSSനെതിരെയൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. കാരണം അത്രത്തോളം വലിയ അഴിമതിയിലേക്കാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ സംഭാവന ക്രമക്കേടും പോയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ജുവലേഴ്സ് അസോസിയേഷൻ ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ സമയത്ത് 60 കിലോ വെള്ളിക്കെട്ടുകൾ നൽകിയിരുന്നു. പക്ഷേ ആ 60 കിലോ വെള്ളിക്കെട്ടുകളുടെ ഒരു രേഖകളും ഇപ്പോൾ കാണാനില്ല. ആ 60 കിലോ വെള്ളിക്കെട്ടുകളും കാണാനില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. കാരണം വലിയ തോതിൽ യോഗി സർക്കാർ പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണം നടത്തി മുഖം ശരി വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് RSSന്റെ BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള രാമക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് 60 കിലോ വെള്ളിക്കെട്ടുകളും വലിയ തരത്തിൽ മറ്റ് ആഭരണങ്ങളും അടക്കം മോഷണം പോയിരിക്കുകയാണ്. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.